നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളുടെ കാര്യത്തിൽ ലഭിക്കാതിരുന്ന പല ഉത്തരങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഉത്തരങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. മറ്റു പലവരും ഈ പ്രണയബന്ധത്തെ പല രീതിയിലും തകർത്തെറിയുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. സ്ത്രീയാണ് ഇവിടെ ഇതിൽ പിന്നിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ തന്നെ ആകാനാണ് സാധ്യത. ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജം പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള സ്ത്രീയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് ഈ വ്യക്തിയുടെ ബന്ധുമിത്രാദികളിലുള്ള ആളായിരിക്കാം, കൂട്ടുകാരനോ അതായത് സൗഹൃദങ്ങളിൽ വരുന്ന ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇത്തരം സ്ത്രീയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിലും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി മനസ്സിനെയും ശരീരത്തെയും ഒരുപാട് കീറി മുറിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ സ്ത്രീ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. ഈ സ്ത്രീയെ കൂടുതൽ ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ വിശ്വസിച്ചു, കൂടെ നിർത്തി, നല്ലത് മാത്രം വരികയുള്ളൂ എന്ന് വിശ്വസിച്ചു. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും ഇവിടെ ഈ ഒരു സ്ത്രീ കിടന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ട് നിന്നിരുന്നത്. അവരുടെ പ്രാർത്ഥനയും ശാപവും ഒക്കെയായും തന്നെ പല വിധത്തിലുമാണ് ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരെയും ബാധിച്ചിട്ടുള്ളത്. അതൊരുപക്ഷെ ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം, സഹോദരിയോ കൂട്ടുകാരിയോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ത്രീയാകാനാണ് സാധ്യത. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയെങ്കിലും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടിയില്ലെങ്കിൽ തനിക്കിത് ശരിയാവുകയില്ല എന്നും ഈ പ്രണയബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നുമുള്ള പേടിയും ഭയവുമാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുത്തുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ പോസിറ്റീവായി തന്നെയാണ് വരുന്നത്. പോസിറ്റീവായി തന്നെ വരിക എന്ന് പറയുമ്പോൾ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോശപ്പെട്ട സ്ത്രീയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും തീരുമാനങ്ങളും തന്നെയാണ് ഈ പേഴ്സൺ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു സംസാരം ഉണ്ടാവുക തന്നെ ചെയ്യും. സംഭാഷണമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക, നിങ്ങൾക്കും മനസ്സ് തുറന്ന് ഈ വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുക, അത്തരത്തിലുള്ളൊരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യം
നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുവാൻ പോകുന്നത് ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയാണ്. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖയെ നന്നായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ലഭിക്കുവാൻ പോകുന്നത്. അതായത് വളരെ പെട്ടെന്നുള്ള റിസൾട്ടുകളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റിയെടുത്താൽ മാത്രമാണ് തനിക്ക് മനസമാധാനമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവരെ അമിതമായി സ്നേഹിച്ചിട്ടും പരിചരിച്ചിട്ടും ബഹുമാനിച്ചിട്ടും തനിക്ക് ഒന്നും തന്നെ ലഭിക്കാനില്ല എന്നും തൻ്റെ സ്വന്തം ജീവിതമാണ് നന്നായി നോക്കേണ്ടതെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സിരുത്തിക്കൊണ്ട് ഒരു വലിയ സംസാരം വേണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. സംസാരത്തിലൂടെയാണ് ഇനി പുതിയൊരു തുടക്കവും ജീവിതവും പടുത്തുയർത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സംസാരിച്ചിട്ട് മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു പക്ഷെ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ആയി തീർന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുമായി മനസ്സ് തുറന്നുള്ള സംസാരം വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഒരു സ്ത്രീയെ പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി ഇരുത്തണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ പ്രണയബന്ധത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സണെയാണ്. ഈ പേഴ്സന്റെ ചിന്തകളെയും സംസാരത്തെയും 100% നെഗറ്റീവാക്കി മാറ്റിയിരുന്നു ഈ സ്ത്രീ. എന്നാൽ ഇപ്പോൾ ഈ സ്ത്രീയുടെ സാന്നിധ്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ പലതരത്തിലും നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏരീസ്, അതായത് മേടം രാശിക്കാരുടെ ഊർജമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മാനിഫെസ്റ്റേഷനായി ഈ വ്യക്തി മാറ്റുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്തിന് നിങ്ങളുമായി പിരിയേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു, നിങ്ങളോട് സ്നേഹം മര്യാദക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വന്നു, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ വന്നു, നിങ്ങളുമായി എന്തുകൊണ്ട് അകന്ന് നിൽക്കേണ്ടി വന്നു, എല്ലാത്തിനുമുള്ള ഉത്തരം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാത്തിനും കാരണം ഈ ഒരു നെഗറ്റീവായ സ്ത്രീയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഇതിലൂടെ നിങ്ങളുമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കുറ്റങ്ങളും എല്ലാം തന്നെ ഇവിടെ മാറിപ്പോകാൻ പോവുകയാണ്. ഇന്നത്തെ വായന ഉപകാരപ്പെട്ടുവെന്നും നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി മാറിയെന്നും വിശ്വസിക്കുന്നു. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.